നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ആയ ധനുയാത്ര 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചു. ഏത് സംസ്ഥാനത്താണ് ഇത് ആരംഭിച്ചത്? ഒഡീഷ. ഒഡീഷയിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് ധനുയാത്ര. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒഡീഷയിലെ ബർഗറിൽ ഇത് ആരംഭിച്ചത്. ഊർജ്ജസ്വലമായ ധനുയാത്ര ഒഡീഷയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2022 ഡിസംബർ 27 മുതൽ 2023 ജനുവരി 6 വരെയാണ് ഇത് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ആദ്യ വനിതാ പോലീസ് കമ്മീഷണറായി നിയമിതയായത് ലക്ഷ്മി സിംഗ്. നോയിഡ പോലീസ് മേധാവിയായി IPS ഓഫീസർ ലക്ഷ്മി സിംഗിനെ ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചു. സംസ്ഥാനത്ത് പോലീസ് കമ്മീഷണറേറ്റ് മേധാവിയാകുന്ന ആദ്യ വനിതാ ഓഫീസറാണ് IPS ഓഫീസർ ലക്ഷ്മി സിംഗ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം വനിതാ അധ്യാപികയായ ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ചുള്ള പാഠം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ ആന്ധ്രാപ്രദേശ്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഫാത്തിമ ഷെയ്ഖിൻ്റെ സംഭാവനകളെക്കുറിച്ചുള്ള പാഠം ആന്ധ്രാപ്രദേശ് സർക്കാർ അവതരിപ്പിച്ചു. പ്രോജക്റ്റ് നീലഗിരി താർ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. സംസ്ഥാന മൃഗങ്ങളുടെ യഥാർത്ഥ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും അവയുടെ ജനസംഖ്യ സ്ഥിരപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമായ നീലഗിരി താർ പദ്ധതി തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. 25.14 കോടി ബജറ്റിൽ 5 വർഷത്തെ പദ്ധതിയാണ് നീലഗിരി താർ പദ്ധതി. അനധികൃത മദ്യ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനായ നിജാത്തിനെ ലീഡർഷിപ്പ് ഇൻ ക്രൈം പ്രിവെൻഷൻ അവാർഡിനായി US ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ചീഫ്സ് ഓഫ് പോലീസ് IACP തിരഞ്ഞെടുത്തു. ഏത് സംസ്ഥാന പോലീസിൻ്റെ പദ്ധതിയാണ് നിജാത്ത്? ഛത്തീസ്ഗഡ്. മയക്കുമരുന്ന് കച്ചവടക്കാർക്കും കള്ളക്കടത്തുകാർക്കും എതിരെ കർശനമായി പ്രവർത്തിക്കാനും മയക്കുമരുന്ന് കടത്ത് തടയാനും മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപ്പിലാക്കിയ ഡി അഡിക്ഷൻ ഡ്രൈവ് ആയ നിജാത്ത് ആണ് അഭിമാനകരമായ IACP 2022 അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗർഭിണികൾക്കായി IIT റൂർക്കിയും ഡൽഹി എയിംസും ചേർന്ന് നിർമ്മിച്ച ആപ്പ് സ്വസ്ഥ് ഗർഭ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT റൂർക്കിയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ന്യൂഡൽഹിയും ചേർന്ന് സ്വസ്ഥ് ഗർഭ് ആപ്പ് സൃഷ്ടിച്ചു. സ്മാർട്ട് ഫോൺ ആപ്പ് വഴി ഗർഭിണികൾക്ക് ഗർഭകാല പരിചരണവും തത്സമയ വൈദ്യസഹായവും ലഭ്യമാക്കാം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്കഡെച്ചു ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹായത്തോടെയുള്ള 720 മെഗാവാട്ട് മങ്കഡെച്ചു ജലവൈദ്യുത പദ്ധതി അടുത്തിടെ ഭൂട്ടാനിലെ ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷന് DGPCക്ക് കൈമാറി. ഈ പദ്ധതിയിലൂടെ ഇന്ത്യയും ഭൂട്ടാനും 4 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കി. ഭൂട്ടാനിൻ്റെ വൈദ്യോർജ ഉൽപ്പാദന ശേഷി 44% വർദ്ധിപ്പിച്ച് DGPCക്ക് കൈമാറി. അഴിമതി കേസുകളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് 7 വർഷം കൂടി തടവിലാക്കപ്പെട്ട ആങ് സാങ് സൂചി ഏത് രാജ്യത്തിലെ ദേശീയ നേതാവാണ്? മ്യാൻമർ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് V. സുനിൽകുമാർ. BSF സേനാംഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പ്രഹരി. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധമുണ്ടായാൽ ആക്രമിക്കാൻ കഴിയാത്ത ആണവ നിലയങ്ങളുടെ പട്ടിക കൈമാറിയത് 2023 ജനുവരി 1. 3ാം തവണയും ബ്രസീലിൻ്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ലുല ഡ സിൽവ. ബ്രസീൽ പ്രസിഡന്റായി
ലുലാ ഡാ സിൽവ അധികാരമേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് ബ്രസീലിൻ്റെ തലസ്ഥാനം. ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ബെർണാഡ് ആർണോൾഡ്. ആഡംബര ബ്രാൻഡായ ലൂയിസ് വിട്ടൻ്റെ മാതൃകമ്പനിയായ LVMHൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അദ്ദേഹം. ലോകത്തിലെ മുൻ സമ്പന്നൻ എലോൺ മസ്ക്. ടെക്സയുടെയും ട്വിറ്ററിൻ്റെയും CEO ആണ് എലോൺ മസ്ക്. എലോൺ മസ്കിൻ്റെ ഇലക്ട്രിക് കാർ കമ്പനിയുടെ ഓഹരികൾ ഏകദേശം 65% ഇടിഞ്ഞാണ് ലോകത്തിലെ സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നഷ്ടമായത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് MDയും CEOയും ആരാണ്? അജയ് കുമാർ ശ്രീവാസ്തവ. നിലവിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയ അജയ് കുമാർ ശ്രീവാസ്തവയെ 2023 ജനുവരി 1 മുതൽ ഈ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി നിയമനം നൽകി. 1991 അലഹബാദ് ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായി ബാങ്കിംഗ് ജീവിതം ആരംഭിച്ച അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സ്ഥാപിതമായത് 1937 ഫെബ്രുവരി 10. ഈ ബാങ്കിൻ്റെ സ്ഥാപകൻ MCT M ചിദംബരം ചെട്ടിയാർ. ഗ്രാമവികസന മന്ത്രാലയം പ്രജ്വല ചലഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിൽ. ഇതിൻ്റെ ആസ്ഥാനം ചെന്നൈ. US-ലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവല്ലയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ അമേരിക്കക്കാരി ജൂലി A. മാത്യു. രാജ്യത്തെ 78ാമത് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് കൗസ്താവ് ചാറ്റർജി. ഗ്ലോബൽ ഫാമിലി ഡേ ജനുവരി 1. കാലം ചെയ്ത ബെനഡിക്ട് 16 കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയായിരുന്നു? 265. പഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് വേണ്ട വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ സർക്കാർ നിയോഗിക്കുന്ന സഹായികൾ പൗരസഹായികൾ. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് വേദി കണ്ണൂർ. 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവം 2022 വേദി കോഴിക്കോട്. സ്കൂൾ ബസ് എവിടെ എത്തിയെന്നും ബസിൻ്റെ വേഗം എത്രയെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷാകർത്താക്കളുടെ മൊബൈൽ ഫോണിൽ എത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ ആപ്പ് വിദ്യാവാഹൻ. പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ മലയാളികൾ: ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം. തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ 2023 മുതൽ സ്കൂളുകൾ ആരംഭിക്കുന്ന പദ്ധതി ഭാരതീയ ഗെയിംസ്. സെൻറ്റർ ഫോർ മോണിറ്ററി എക്കണോമി CME പുറത്തുവിട്ട കണക്കുപ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഹരിയാന. പോർച്ചുഗൽ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ പുതുതായി കരാറിൽ ഏർപ്പെട്ട സൗദി അറേബ്യൻ ക്ലബ് അൽ നസർ. ഐക്യരാഷ്ട്രസഭ ചെറുധാന്യ വർഷമായി ഇയർ ഓഫ് മില്ലറ്റ്സ് ആചരിക്കുന്ന വർഷം 2023. ലോക ബ്രെയിലി ദിനം ജനുവരി 4. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബിക സുധൻ മങ്ങാട്. കവിതാ സമാഹാരം പ്രാണവായുവിനാണ് പുരസ്കാരം. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ഉത്സവം. ഫുൾ ബ്രൈറ്റ് അവാർഡിന് അർഹനായ മലയാളി അധ്യാപകൻ ബെന്നി വർഗീസ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ദ സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് K. മാധവ റാവു. ഏത് സംസ്ഥാനത്താണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ SPM നിവാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? പശ്ചിമ ബംഗാൾ. പോളിംഗ് ശതമാനം 90% എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിഷൻ 929 ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ലോക ചെസ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയത് കൊനേരു ഹംപി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷനിൽ കളിക്കാരുടെ ശരീരക്ഷമത പരിശോധിക്കുന്നതിനായി നിർബന്ധമാക്കിയ ടെസ്റ്റ് യോ ടെസ്റ്റ്.
പ്രതിമ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലാർക്ക്. 2023 ആദ്യ അസംബ്ലി ലൈബ്രറി അവാർഡ് ജേതാവ് ടി പത്മനാഭൻ. ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. വിൻറ്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. 2023 ആസാമിലെ പരമോന്നത സിവിലിയൻ അവാർഡായ അസം വൈഭവ് നേടിയ വ്യക്തി തപൻ സൈക്കിയ. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് ഗംഗാ വിലാസ്. ബ്രിട്ടീഷ് രാജകുടുംബ പദവി ഉപേക്ഷിച്ച ഹാരി രാജകുമാരൻ്റെ ആത്മകഥ സ്പെയർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാൻ. കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ IVF യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അമേലി, ഗുജറാത്ത്. മിസ് കേരള 2022 വിജയി ലിസ് ജെയ്മോൻ ജേക്കബ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ഗോകുലം ഗോപാലൻ. 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശ് ദർശൻ സ്കീമിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുമരകം, ബേപ്പൂർ. IFFHS 2022 മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്ത വ്യക്തി ലയണൽ മെസ്സി. 2023 ജനുവരിയിൽ പോളോ കളിക്കാരൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. നരേന്ദ്രമോദിയുടെ മാതാവിൻ്റെ പേരിൽ നിർമ്മിച്ച തടയണയായ ഹീരാബ സ്മൃതി സരോവർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ന്വാരി നദിയിൽ ഹീരാബ സ്മൃതി സരോവർ സ്ഥിതി ചെയ്യുന്നു. ജിയാൻ ലുക്ക വിയാലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ജിയാൻ ലുക്ക വിയാലി ഇറ്റാലിയൻ ഫുട്ബോൾ താരമാണ്. 2023 അന്തരിച്ചു. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫലിൽ 120 അടി ഉയരമുള്ള കുതിരയെ ഓടിക്കുന്ന പോളോ കളിക്കാരൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതാര്? അമിത്ഷാ. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് ടെഹൻഡൻ ഉത്ത് വാഡിയ. 2023 ജനുവരിയിൽ ഇദ്ദേഹം അന്തരിച്ചു. 61ാമത് കേരള സ്കൂൾ കലോത്സവ വിജയികൾ കോഴിക്കോട്. തേനീച്ചയ്ക്കുള്ള ആദ്യത്തെ വാക്സിൻ അംഗീകരിച്ച രാജ്യം അമേരിക്ക. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. 2023 ജനുവരിയിൽ നടന്ന പർപ്പിൾ ഫെസ്റ്റിൻ്റെ വേദി ഗോവ. ആസ്ട്രോ ടൂറിസത്തിൻ്റെ വേദി ചില. ആകാശത്തെ നിരീക്ഷിക്കുന്ന പരിപാടിയാണിത്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം സ്ഥാനം നേടിയവർ കണ്ണൂർ, പാലക്കാട്. ഇന്ത്യയിലെ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തുള്ള നഗരം മുംബൈ. പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9. 2023 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി മധ്യപ്രദേശിലെ ഇൻഡോറാണ്. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ 2023 വേദി അഹമ്മദാബാദ്, ഗുജറാത്ത്. ഇന്ത്യയുടെ 79ാമത് ഗ്രാൻഡ് മാസ്റ്റർ M. പ്രണോഷ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണ സമിതി ചെയർമാൻ പ്രൊഫസർ സുരേഷ് ദാസ്. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ഭൂമി ഇടിഞ്ഞു താഴുന്ന പ്രതിഭാസത്തെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്? ഉത്തരാഖണ്ഡിലെ ജോഷിമഠ്. സുന്നി അണക്കെട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സൗത്ത് കൊറിയയുടെ ആദ്യ ചാന്ദ്രദൗത്യം ധനൂരി. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന കായിക ഇനങ്ങൾ ബേക്കിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ്, സ്കൈറ്റ് ബോർഡിംഗ്, സർഫിംഗ്. ബർമിംഗ്ഹാമിൽ നടന്ന ഏറ്റവും അഭിമാനകരമായ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ടൂർണമെൻറ്റിൽ പെൺകുട്ടികളുടെ അണ്ടർ 50 സ്ക്വാഷ് കിരീടം നേടിയ ഇന്ത്യക്കാരി അനാഹത് സിംഗ്.
2023 ജനുവരി 11 വാഷിംഗ്ടൺ DC-യിൽ നടന്ന 13ാമത് ട്രേഡ് പോളിസി ഫോറം TPF മീറ്റിംഗിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2022 സംരംഭകരുടെ വർഷമായി ആഘോഷിക്കുന്ന സംസ്ഥാനം കേരളം. ദേശീയ ശാസ്ത്ര ദിനം ജനുവരി 28. 2023 പ്രമേയം ആഗോള ക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 3700 അണക്കെട്ടുകളിൽ ആകെ സംഭരണത്തിൻ്റെ എത്ര ശതമാനമാണ് ചെളി കാരണം നഷ്ടപ്പെടുക? 26%. പ്രവാസി ഭാരതീയ ദിവസ് 2023 ഏത് രാജ്യവുമായുള്ള യങ് പ്രൊഫഷണൽ സ്കീമിൽ ആണ് ഇന്ത്യ ഒപ്പിട്ടത്? UK. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ 2023 ജനുവരി 10 നിയമസഭയെ അഭിസംബോധന ചെയ്യുന്ന പതിവ് വാചകത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ഒഴിവാക്കിയ ആദ്യത്തെ ഗവർണർ RN രവി. 2023 ജനുവരി 10 ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പേര് ജയ് ഹിന്ദ്. 2023 ജനുവരി 8 അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ ഗവർണറും UP നിയമസഭയിൽ 3 തവണ സ്പീക്കറുമായിരുന്ന വ്യക്തി കേസരി നാഥ് ത്രിപാഠി. ലോക ഹിന്ദി ദിനം ജനുവരി 10. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൺ പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് നൂൽപ്പുഴ. കേരളത്തിൽ മലബാറിലെ പാവങ്ങളുടെ ഉന്നമനത്തിന് ജീവിതം സമർപ്പിച്ചതിന് ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലീനസ് മരിയ സുക്കോട്ട്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനം ഓണാട്ടുകര എള്ള്. പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി ആരംഭിച്ച പദ്ധതി ബൈൻഡ്. അധ്യക്ഷൻ സൗരഭ് ദ്വിവേദി, പ്രസാർ ഭാരതി CEO. 2023 3 ദിവസത്തെ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇൻഡോറിൽ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.